പൊന്നും കുരിശ് മുത്തപ്പൂ പൊന്മല കയറ്റം. ഇന്ന് മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളാണ്. ഈസ്റ്റർ കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ചയാണ് മലയാറ്റൂർ പെരുന്നാൾ. ഇതിന് പുതു ഞായറാഴ്ച എന്ന് പറയും. ഈസ്റ്റർ കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് പുതു ഞായറാഴ്ച എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇന്ന് നമ്മൾ പാലായിലേക്ക് പോവുകയാണ്. പാലാ അസംബ്ലി മണ്ഡലം കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന സാക്ഷാൽ കെ എം മാണി സാറിൻ്റെ ചരമദിനത്തിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഏകപുത്രൻ ജോസ് കെ മാണിയാണ് അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിരകാല വിരോധിയും ഇടക്കാലത്ത് സഹപ്രവർത്തകനുമായിരുന്ന പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബാനറിൽ താമര അടയാളത്തിൽ ജോസ് കെ മാണിക്ക് എതിർക്കുന്നത്. അവിടുത്തെ സിറ്റിംഗ് എം എൽ എ മുൻ കോൺഗ്രസ് നേതാവ് ചെറിയാൻ കാപ്പൻ്റെ മകനുമായ പ്രമുഖ സിനിമാ നിർമ്മാതാവ് കൂടിയായ മാണി സി കാപ്പനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. അത് തീപാർന്ന മത്സരമാണെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. അല്ല, പോരാത്തതിന് മീനമാസത്തിൽ കൊടും ചൂടിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ തീപ്പൊരി പാറിയാൽ ആളി കത്തുമായിരുന്ന തെരഞ്ഞെടുപ്പാണ്. ഏതായാലും കാട്ടുതീയൊന്നും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് സമാധാനപരമായിട്ട് അവസാനിച്ചു. ഇപ്പോൾ മുന്നണികൾ കൂട്ടുകയും കിഴിക്കുകയൊക്കെ ചെയ്യുന്ന തിരക്കിലാണ്. മൂന്ന് മുന്നണികളും ജയം അവകാശപ്പെടുന്നുണ്ട്. ഒരു യുവ പോരാളിയുടെ ആവേശത്തോട്ട് ഷോൺ ജോർജ് മണ്ഡലത്തെ ഇളക്കി മറിച്ചു എന്നുള്ളത് സത്യമാണ്. ഒരുപാട് സ്ത്രീകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തി. വലിയ ആൾക്കൂട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിലും മറ്റുമൊക്കെ. നരേന്ദ്രമോദിയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. മോഡിക്ക് ഇറങ്ങാൻ പറ്റിയ ഹെലിപ്പാഡ് പാലാ പരിസരത്ത് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും അത് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ജില്ലായിട്ട് നടന്നു. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ജയം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ബി ജെ പിയിൽ അദ്ദേഹത്തിൻ്റെ ചുവടുറയ്ക്കുന്നതിന് ഈ വിജയം അനിവാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാണി സി കാപ്പനാണെങ്കിൽ ജയിച്ച അവസ്ഥയിലാണ്. പുള്ളിക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ഔപചാരികതയാണ്. പുള്ളി നിലവിലെ എം എൽ എ ആണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചാൽ യു ഡി എഫിൽ ഇദ്ദേഹത്തിൻ്റെ ഏകാംഗ പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പുള്ളിയുടെ ആരാധകരും അനുയായികളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ വെറും ഒരു എം എൽ എക്കല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നത്, യു ഡി എഫ് സർക്കാരിലെ ഒരു കരുത്തനായ മന്ത്രിക്കാണ് എന്നുള്ളതാണ് പുള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രതിപാദ്യം. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ തോറ്റു. ഇത്തവണ കൂടി തോറ്റാൽ വലിയ അഭിമാനക്ഷതമുണ്ടാകും. മിക്കവാറും ഈ യോഗദണ്ഡും കമണ്ടലും എടുത്ത് വാനപ്രസ്ഥത്തിന് കൊണ്ടുവരും, അല്ലെങ്കിൽ വനവാസത്തിന് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അതുകൊണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളും കൈമൈ മറന്ന് പോരാടിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഈ കാപ്പനാണ് വിജയസാധ്യത എന്ന്. ഞാൻ പാലായിലും പരിസരത്തുള്ള ഒരുപാട് ആളുകളെ ഇവിടെ അന്വേഷിക്കട്ടെ. മിക്കവാറും എല്ലാവരും പറയുന്നത് കാപ്പൻ ജയിക്കും, കാപ്പൻ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും, കാപ്പനായിരിക്കും വരാൻ പോകുന്ന 5 കൊല്ലം പാലായുടെ പ്രതിപുരുഷൻ എന്നാണ്. പക്ഷേ ഷോൺ ജോർജിന് എഴുതി തള്ളാൻ പറ്റിയില്ല. പുള്ളി വലിയ വാശിയിൽ വലിയ ഉത്സാഹത്തിൽ അവിടെ മത്സരിച്ചിട്ടുണ്ട്. ത്രികോണ മത്സരം ഉറപ്പാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. മാത്രമല്ല പുള്ളി മുൻ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് വളരെയധികം പണം ചെലവഴിച്ചിട്ടുണ്ട്. ഈ പണം വാങ്ങിയ ആളുകൾക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ എന്ന കാര്യത്തിൽ മാത്രമേ ആകെ സംശയമുള്ളൂ. ഏതായാലും പണത്തിൻ്റെ പോരായ്മ കൊണ്ട് ജോസ് കെ മാണി പാലായിൽ തോൽക്കുകയില്ല. മാത്രവുമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേഡറുകളൊക്കെ ജോസ് കെ മാണിക്ക് വേണ്ടി സാമാന്യം നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തിച്ചവർ എത്ര പേർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ പോലും പ്രവർത്തനത്തിൻ്റെ പോരായ്മ കൊണ്ട് തോൽക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ഷോൺ ജോർജും വിട്ടുകൊടുക്കുകയില്ല. മാണി സി കാപ്പൻ ഒട്ടും വിട്ടുകൊടുക്കുകയില്ല. ഒറ്റ നോട്ടത്തിൽ ഒരു ഇഞ്ച് മുന്നിട്ട് നിൽക്കുന്നത് കാപ്പനാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. എൻ്റെ അഭിപ്രായമല്ല. അപ്പോൾ ഈ മൂന്ന് മല്ലന്മാർ തമ്മിലുള്ള മത്സരത്തിൽ ആര് ജയിക്കും എന്നറിയാനായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഇതിൽ ഒരാൾക്കേ ജയിക്കാൻ പറ്റുള്ളൂ, ബാക്കി 2 പേർ തോറ്റുപോകും എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. പിന്നെ ജോസ് കെ മാണിക്ക് ഒരു സൗകര്യമുണ്ട്. അതെന്താ വെച്ചാൽ അദ്ദേഹം രാജ്യസഭാംഗമാണ്. ഇനി പാലായിൽ തോറ്റാലും പുള്ളിക്ക് പേടിക്കാനൊന്നുമില്ല. ഒരു 2-3 കൊല്ലം അല്ലെങ്കിൽ 3-4 കൊല്ലം രാജ്യസഭയിൽ തുടരാം. അപ്പോഴത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ കേളികൂട്ടാവും. ഇപ്പോൾ LDF ആണ് ജയിക്കുന്നതെങ്കിൽ പുള്ളിക്ക് വീണ്ടും രാജ്യസഭാ സീറ്റ് ചോദിച്ച് വാങ്ങിക്കാം. അല്ല UDF ആണ് ജയിക്കുന്നതെങ്കിലും
പിന്നെ അതിൽ നാൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ടാകേണ്ടതില്ല. മാത്രമല്ല ആ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ UDFലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും ജോസ് കെ മാണിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇതേ അവസ്ഥയിൽ തന്നെയാണ് കോൺഗ്രസ്സുകാർ. ജോസ് കെ മാണി തോറ്റു കഴിഞ്ഞാൽ അവർ ജയിക്കും, മാണി സി കാപ്പൻ MLA ഇട്ടിരിക്കും. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് നെഞ്ചു വിരിച്ച് നടക്കാം, ഇതാ ജോസ് കെ മാണി തോറ്റല്ലോ എന്ന് പറഞ്ഞു. അതേസമയത്ത് ജോസ് കെ മാണി അങ്ങ് ജയിച്ചാൽ എങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ലോട്ടറി. കാരണം എന്ന് വെച്ചാൽ ഇയാൾ MLA ഇരിക്കാൻ വേണ്ടിയിട്ട് MP സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരന് ആ വേക്കൻസിയിൽ രാജ്യസഭയിലേക്ക് ജയിച്ചു പോകാം. അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചുള്ള രണ്ടാമത്തേണ് ഒന്നുകൂടി ലാഭം. എങ്ങനെയെങ്കിലും ജോസ് കെ മാണിയെ ജയിപ്പിച്ചാൽ അവർക്ക് ഒരു രാജ്യസഭാ സ്ഥാനം കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ പാലാ രാമപുരംകാരനായ ജോസഫ് വാഴക്കനെ രാജ്യസഭയിലേക്ക് അയക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉചിതമായിരിക്കും. വാഴക്കൻ ഒരു മുതിർന്ന നേതാവാണ്. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് പോസ്റ്റർ വരെ അടിച്ചതിന് ശേഷം സീറ്റ് നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനുമാണ്. അപ്പോൾ പാലക്കാരനുമാണ്, നിർഭാഗ്യവാനുമാണ് എന്ന കാരണത്താൽ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പരിഗണിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ജോസ് കെ മാണി ജയിക്കാനുള്ള സാധ്യത വിദൂരമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലുള്ള ഭൈമി കാമുകന്മാർ കുറച്ചു കാലം കൂടി കാത്തിരിക്കുകയും നിവൃത്തിയുള്ളൂ. ലാൽ സലാം.